എല്ലാവർക്കും നമസ്കാരം. പോൾ ലോറൻസ് ഡെൻബറിന്റെ വളരെ മനോഹരമായ ഒരു കവിതയിലൂടെ വളർച്ചയുടെ പ്രചോദനാത്മകമായ ഒരു കഥയിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. വിജയത്തിലേക്കുള്ള വഴി ഒരുപാട് നീണ്ടതും കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞതുമാണെങ്കിൽ എങ്ങനെ മുന്നോട്ടു പോകാനുള്ളൊരു പ്രചോദനം കണ്ടെത്തും, അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതൊന്ന് ആലോചിച്ച് കാണും. പക്ഷേ ഈയൊരു ചോദ്യത്തിന് വളരെ ശക്തമായൊരു ഉത്തരം എവിടെയാണെന്നറിയാമോ? പോൾ ലോറൻസ് ഡെൻബറിന്റെ ഒരു ചെറിയ കവിതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കുഞ്ഞു വിത്തിൽ നിന്നാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ്: ഏതൊരു വെല്ലുവിളിയും ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ അവസരമാണ്. പ്രതികൂലാവസ്ഥ എന്താണിത്? നമ്മൾ നേരിടുന്ന ആ കഠിനമായ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ. പക്ഷേ ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ വളർത്തുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ ഒരുക്കുന്നത് എന്നാണ്. അപ്പോ നമ്മുടെ കഥാനായകൻ ഒരു കുഞ്ഞു വിത്ത് മണ്ണിനടിയിലെ അതിൻ്റെ ആ ഇരുണ്ട മെത്തയിലിങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയാണ്. പുറമേക്ക് നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല, അല്ലേ? പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു അത്. അങ്ങനെ ആ ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് ആ വിത്ത് അതിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തീരുമാനമെടുക്കുന്നത്. ആ വിത്ത് തന്നോട് തന്നെ പറയാണ്, ഞാൻ അത്ര വലിയ ശക്തനൊന്നുമല്ലായിരിക്കാം, പക്ഷെ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. സ്വന്തം കുറവുകളെ മനസ്സിലാക്കിയിട്ടും മുന്നോട്ടു പോകാനുള്ള ആ ഒരു തീരുമാനം എത്ര ശക്തമാണല്ലേ അത്? ആ ഒരൊറ്റ തീരുമാനം അത് മതിയായിരുന്നു. ആ നിമിഷം മുതൽ ആ വിത്തിന്റെ ജീവിതയാത്ര, അതിന്റെ വളർച്ചയുടെ കഥ ശരിക്കും തുടങ്ങുകയാണ്. യെസ്, അതാണ് യഥാർത്ഥ തുടക്കം. പക്ഷേ ഒരു തീരുമാനമെടുത്തതുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും എളുപ്പമായില്ല. വെളിച്ചം കാണാനുള്ള അതിന്റെ പോരാട്ടം അതത്ര ചെറുതൊന്നുമായിരുന്നില്ല. അപ്പോ ആ വിത്ത് എന്താ ചെയ്തെന്നറിയാമോ? വളരെ സ്മാർട്ടായിട്ടാണത് മുന്നോട്ടു പോയത്. ആദ്യം ഒരു കുഞ്ഞിലെ മുകളിലേക്ക് അയച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ആ വെളിച്ചം കണ്ടതും പിന്നെ താമസിച്ചില്ല, അതിന്റെ സഹോദരനായ തണ്ടിനെയും ബാക്കിയുള്ള ഇലകളെയും ഒക്കെ മുകളിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ നമ്മൾ പുറമേനിന്ന് കാണുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നുന്ന ഈ വളർച്ചയില്ലേ, അതത്ര സിമ്പിളായിരുന്നില്ല. അതിന്റെ പിന്നിൽ വലിയൊരു അധ്വാനം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ വെളിച്ചത്തിലേക്ക് എത്താനുള്ള തിടുക്കത്തിൽ ആ വിത്ത് വിയർത്തു, കിതച്ചു എന്നൊക്കെയാണ് കവിതയിൽ പറയുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ കഠിനാധ്വാനത്തെയാണ് ഇതോർമ്മിപ്പിക്കുന്നതല്ലേ? അങ്ങനെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ കൊണ്ട് തളർന്നു തുടങ്ങാറായോ എന്ന് തോന്നുമ്പോഴേക്കും ഒരത്ഭുതം സംഭവിക്കുകയാണ്. ആ വിത്ത് സ്വയം തിരിച്ചറിയുമ്പോഴേക്കും അതൊരു വെറും വിത്തായിരുന്നില്ല, മറിച്ച് മണ്ണിൽ വേരുറപ്പിച്ച ഒരു പൂർണ്ണഫലം ചെടിയായി മാറിയിരുന്നു. ആ കഠിനാധ്വാനത്തിന് ഫലം കണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത്: ഈ യാത്രയിൽ ആ ചെടി ഒറ്റയ്ക്കായിരുന്നില്ല. അതിന് പ്രകൃതിയുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നു. സൂര്യൻ അതിനു വേണ്ട ഊർജം കൊടുത്തു, മേഘങ്ങളോ ദാഹം മാറ്റാൻ നല്ലൊരു മഴയും. ഇത് നമ്മളൊരു വലിയ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഹായം നമ്മളെ തേടിയെത്തും. അങ്ങനെ സൂര്യന്റെയും മഴയുടെയും ആ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി ആ കൊച്ചു ചെടി ഇങ്ങനെ വളർന്നു. അവസാനം അതിൻ്റെ ആ യാത്രയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പൂർണ്ണതയിൽ അതൊരു വർണ്ണം മനോഹരമായ പൂവായി വിരിഞ്ഞു. ഇവിടെ വെച്ചാണ് കഥയുടെ ഗതി മാറുന്നത്. കവി ആ ചെടിയുടെ കഥയിൽ നിന്ന് മാറി നമ്മളോട്, അതായത് നിങ്ങളോടും എന്നോടും നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതെ, കവി നമ്മളെ കുഞ്ഞുങ്ങളെ എന്ന് വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ഈ ലളിതമായ കഥയ്ക്ക് പിന്നിലെ ആ വലിയ സന്ദേശം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന് നോക്കിക്കേ, ആ വിത്തിന്റെ യാത്രയും നമ്മുടെ ജീവിതയാത്രയും തമ്മിൽ എത്രത്തോളം സാമ്യമുണ്ടെന്ന്. വിത്ത് ഇരുട്ടിനോട് പൊരുതിയ പോലെ നമ്മൾ നമ്മുടെ വെല്ലുവിളികളെ നേരിടണം. സൂര്യനും മഴയും അതിനു കൂട്ടായതുപോലെ നമ്മുടെ ആത്മവിശ്വാസവും നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളും നമ്മളെ സഹായിക്കും. അവസാനം അതൊരു പൂവായി മാറിയെങ്കിൽ നമുക്കും മൂല്യങ്ങളുള്ള നല്ല മനുഷ്യരായി വളരാൻ സാധിക്കും. ഇതാണ് ഈ കവിതയുടെ ആത്മാവ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഓരോ പോരാട്ടത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നമ്മൾ വളർത്തിയെടുക്കുന്നത് പുണ്യം, നന്മ, സ്നേഹം, അങ്ങനെയുള്ള ഒരിക്കലും വാടാത്ത പുഷ്പങ്ങളെയാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് നിർത്താം. നിങ്ങളുടെ ജീവിതത്തിലെ പരിശ്രമങ്ങളിലൂടെ ഏത് വാടാത്ത പുഷ്പം വിരിയിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.